ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പെന്തക്കോസ്താ തിരുനാളിൽ നമ്മൾ ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. പരിശുദ്ധ റൂഹായെക്കുറിച്ച് നമ്മൾ കൂടുതൽ ദൈവവചനത്തിൻ്റെ സഭയുടെ വെളിച്ചത്തിൽ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. സുവിശേഷത്തിൽ ഈശോ പരിശുദ്ധ റൂഹായെ വിശേഷിപ്പിക്കുന്ന വാക്ക് സഹായകൻ എന്നാണ്. ആശ്വാസകൻ, സഹായകൻ. അതിനുപയോഗിക്കുന്ന ഗ്രീക്ക് വാക്ക്, യോഹന്നാൻ ഉപയോഗിച്ച ഗ്രീക്ക് വാക്ക് പാറക്ലേത്ത എന്നുള്ളതാണ്. അതിൻ്റെ ശരിയായ അർത്ഥം അഡ്വക്കേറ്റ് എന്ന, അഭിഭാഷകൻ എന്നർത്ഥം, അല്ലെങ്കിൽ എനിക്ക് വേണ്ടി, എൻ്റെ പക്ഷത്ത് നിന്ന് എനിക്ക് വേണ്ടി വാദിക്കുന്നവൻ, എന്നെ ഡിഫെൻഡ് ചെയ്യുന്നവൻ എന്നൊക്കെ അർത്ഥം വരുന്ന ഒരു പദമാണ് പാറക്ലേത്ത എന്നത്. പരിശുദ്ധാത്മാവിൻ്റെ ദൗത്യത്തോട് അത് വളരെ നീതി പുലർത്തുന്ന ഒരു വാക്കായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഈശോയുടെ 33 വർഷത്തെ ഈ ലോകത്തിലെ സാന്നിധ്യം അവസാനിച്ച് അവൻ സ്വർഗാരോഹണം ചെയ്ത് കഴിഞ്ഞപ്പോൾ നമ്മൾ അനാഥരായിട്ട് ഈശോ വിട്ടിട്ട് പോവുകയല്ല ചെയ്തത്. മറിച്ച് ഈ ലോകത്തിൽ ഈശോയ്ക്ക് സാക്ഷ്യം വഹിക്കാൻ, ഈശോ പറഞ്ഞു തന്ന കാര്യങ്ങൾ ഇന്നും നിർവഹിക്കാൻ തക്ക വിധത്തിൽ നമ്മളെ പ്രാപ്തരാക്കുന്ന ഒരു സഹായകനെ നമുക്ക് വേണ്ടി തന്നിട്ടാണ് ഈശോ പോയത്. പരിശുദ്ധാത്മാവിൻ്റെ സഹായത്താൽ നമ്മൾ ഇന്നും ഈശോയ്ക്ക് സാക്ഷ്യം വഹിച്ചുകൊണ്ടിരിക്കുകയാണ്. സഭയുടെ ആത്മാവെന്നാണല്ലോ പരിശുദ്ധ റൂഹായെ വിശേഷിപ്പിക്കുന്നത്. സഭയുടെ ആത്മാവാണ്. സഭയെ നയിക്കുന്നതും സഭയെ വിശുദ്ധീകരിക്കുന്നതും കൂടുതൽ തീക്ഷ്ണതയോടെ ഈശോ പറഞ്ഞ കാര്യങ്ങൾ അനുസരിക്കാൻ പ്രാപ്തരാക്കുന്നതും പരിശുദ്ധ റൂഹായാണ്. പരിശുദ്ധാത്മാവിൻ്റെ ഈ സഹായകൻ എന്നുള്ള ആ ഒരു ദൗത്യത്തിൽ നമുക്ക് നമ്മളെ തന്നെ സമർപ്പിച്ചു കൊടുക്കാം. നമ്മളെ പരിശുദ്ധാത്മാവിനെ സഹായിക്കാൻ സാധിക്കും. പരിശുദ്ധാത്മാവിൻ്റെ സംരക്ഷണത്തിന് നമ്മളെ തന്നെ ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട് നമുക്ക് ഈ പെന്തക്കോസ്താ തിരുനാളിനെ ഏറെ സ്നേഹത്തോടെ ഒരുങ്ങാം. റൂഹായെ ഞങ്ങൾ വന്ന് നിറയണമേ, ഞങ്ങളെ സഹായിക്കണമേ, ഞങ്ങളുടെ ആവശ്യം നേരത്ത് ഞങ്ങളുടെ ഒപ്പമുണ്ടായിരിക്കണേ. ആമേൻ.